الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ومن ذلك ما جاء عن النعمان السبائي رضي الله عنه. നുഅ്മാനു സിബായി അവർകളാണ് പറയുന്നത്. പിന്നീട് ഒരു സഹാബിയായിട്ടുണ്ട്. കാന മിൻ അഹ്ബാരി യഹൂദിൽ യമൻ, യമനികളായ ജൂതന്മാരിലെ ഒരു വലിയ മൂപ്പനാണ് ആര്? ഈ നുഅ്മാനു സിബായി. അഹ്ബാരിങ്ങളിൽ ഖാല ലമ്മാ സമയത്ത് ബിദിക്രിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി കേട്ട്. ഖദിംതു അലൈഹി, ഞാൻ തങ്ങളെ കാണാൻ പോയി. വസഅൽതുഹു അൻ അശിയാ, പിന്നെ കുറേ കാര്യങ്ങൾ തങ്ങളോട് ചോദിച്ച്. സുമ്മ ഖുൽതു ലഹു, പിന്നീട് തങ്ങളോട് ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു അനുഭവം. അവിടെ നുഅ്മാനു സിബായിൻ്റെ ഇന്ന അബീ കാന യഖ്തിമു അലാ സിഫിരിൻ, മോറെ ബാപ്പുണ്ടല്ലോ ഈ നുഅ്മാനിൻ്റെ ബാപ്പ, ഒരേട് ഓതുന്ന കഴിഞ്ഞാൽ സിഫിർ എന്ന് പറയുന്നു. അതിൻ്റെ മേലെ ഇങ്ങനെ സീൽ ചെയ്ത് തുറക്കാൻ കഴിയാത്ത രീതിയിൽ എന്താക്കി അതിനെ പിന്നലടിച്ചിട്ട് സീൽ ചെയ്ത് വയഖുലു ലാ തഖ്റഉഹു അലാ യഹൂദ്, ഇത് യഹൂദികൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ പാടില്ല എന്ന്. അതിനുള്ളൊരു രഹസ്യമുണ്ട്. ഹത്താ തസ്മഅ ബി നബിയ്യിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖറജ ബി യസ്രിബ, യസ്രിബിൽ ഒരു നബി വന്നിട്ടുണ്ട്, അവിടെ പുറപ്പെട്ടിട്ടുണ്ട്. യസ്രിബ് എന്ന് വെച്ചാൽ മദീനയാണ്. അങ്ങനെ വിവരം കേൾക്കുന്നത് വരെ ഇത് വായിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഫൈദാ സമയത്ത അബിഹി, ആ നബിയെ കൊണ്ടുള്ള വാർത്ത കേട്ടാൽ തുറന്നു. കാലൻ നുഅ്മാൻ പറയുന്നു, തങ്ങളുടല്ലേ പറയുന്നത്, ഫലമ്മ സമയത്തു ബിക, ഉപ്പ പറഞ്ഞതുപോലെ തങ്ങളെപ്പറ്റി കേട്ടപ്പോൾ ഞാൻ എന്താക്കി ഫതഹത്തു സിഫ്ര, ആ ശൈലിനെ പൊട്ടിച്ചിട്ട് കേട്ട് തുറന്നു. ഫൈദാ ഫീഹി, നോക്കുമ്പോൾ അതിലെന്താ ഉള്ളത്? സിഫത്തുക്ക, തങ്ങളുടെ സിഫത്ത് മുഴുവൻ അത് വ്യാഖ്യാനം ചെയ്തു. അത് ഏതുപോലെ ഉണ്ടെന്നറിയോ? കമ അറാക്ക സഹ, തങ്ങൾ ഞാനിപ്പം കാണുന്നുണ്ടല്ലോ, ഇത് തന്നെ കിതാബിലുണ്ട്. അതിൻ്റെതായ ഒരു പകർപ്പ് കേൾക്കുന്നുണ്ടോ? ഫൈദാ ഫീഹി മാ തുഹല്ലിമു വമാ തുഹല്ലിമു, തങ്ങൾ വന്നാൽ എന്തെല്ലാം ഹലാലാക്കിത്തരും, എന്തെല്ലാം ഹറാമാക്കിത്തരും, അതെല്ലാം അതിലുണ്ട്. വൈദാ ഫീഹി അൻത ഖൈറുൽ അംബിയാ, അംബിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരാണ് നിങ്ങൾ എന്നതിലുണ്ട്. ഹൈറഡിലുള്ളതാ പറയുന്നു. ഉമ്മത്തുക ഖൈറുൽ ഉമ്മം, തങ്ങളുടെ ഉമ്മത്താണ് ഏറ്റവും ഖൈറായ ഉമ്മത്ത് എന്നുണ്ട്. വസ്മുക അഹമ്മദു, തങ്ങളുടെ പേര് അഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഉമ്മത്തുകൽ ഹാമിദൂൻ, ഉമ്മത്തിനുള്ള സ്ഥാനപ്പേര് ഹാമിദൂൻ എന്നാണ്. അല്ലാഹുവിനെ സ്തുതിക്കുന്നവൻ, ഏറ്റവും സ്തുതിക്കുന്ന ആൾ തങ്ങൾ. എന്താണ് ഉമ്മത്തിന് ഹാമിദൂനാന്ന് പേര് വന്നത്? യഹ്മിദൂൻ അല്ലാഹ ഫി സറാഇ വല്ലറാ, സന്തോഷം വന്നാലും അൽഹംദുലില്ലാഹ്, സന്താപം വന്നാലും അൽഹംദുലില്ലാഹ്. ഇതാണ് ഉമ്മത്തിൻ്റെ സ്വഭാവം. ഖുർബാനുഹും ദിമാഉഹും എന്ന് പറഞ്ഞാൽ എന്താണത്? അവരെ ഖുർബാൻ എന്ന് പറഞ്ഞാൽ അവരെ ചോരയാണെന്ന് പറഞ്ഞാൽ യുദ്ധക്കളത്തിലേക്ക് പോകും, ഷഹീദായി മരിക്കും. അതിനാണല്ലോ അവരെ ചോര ഓടൽ. അതാ പറയുന്ന ഐ യതഖറബൂന ഇലല്ലാഹി സുബ്ഹാനഹു വ തആല ബിറാഖത്തി ദിമാഇഹിം ഫിൽ ജിഹാദ്, യുദ്ധക്കളത്തിലേക്ക് പോയിട്ട് അവരവരുടെ രക്തം തന്നെ ഒഴുകുന്ന അവസരത്തിൽ എന്തായി അള്ളാഹുവിൻ്റെ തഖറുബായി മാറി. ഖുർബാൻ എന്ന് വെച്ചാൽ തഖറുബിന് ചെയ്യുന്ന ഒരു പണിയെന്ന അർത്ഥം. അള്ളാഹു ഇത് കറബ ഖുർബാൻ എന്നല്ലാണ്ട് ഇപ്പം ബോർഡർ ചോദിച്ചിരുന്ന ഖുർബാനിയൊന്നുമല്ല. അതെന്താന്ന് നമുക്ക് അറിഞ്ഞൂടാ. അറബി ഭാഷയിലേ പറയും. ഖുർആനിലില്ല ഇത് കറബ ഖുർബാനൻ. അനാജീലഹും ഫീ സുദൂരിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ വേദഗ്രന്ഥം. അനാജീൽ ഇഞ്ചീലിൻ്റെ ബഹുവചനമായിട്ട് എന്താക്കും? അതെന്താക്കും? ഖുർആനിനെയും തൗറാത്തിനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാക്കുണ്ട്, അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥം.
ബഹുവചനമാക്കിയിട്ട്. അപ്പോൾ ഈ ഉമ്മത്തിന് ഇറക്കിയ ഖുർആൻ മറ്റേ വേദമേതായിരിക്കും? ഖുർആൻ. അത് ഫീ സുദൂരിഹിം, അവരുടെ മനസ്സിലുണ്ടാവും. ഖുർആൻ നശിപ്പിച്ച് കളഞ്ഞാൽ ഖുർആൻ പോകില്ല. ഹാഫിളുകളുണ്ട്. അയഹ്ഫളൂന കിതാബഹും എന്നാണ്. അവർക്ക് ഇറക്കിയ കിതാബ് മനഃപ്പാടമാക്കുന്നവരാണ്. ലാ യഹ്ളുറൂന ഖിതാലൻ, ഏതൊരു യുദ്ധക്കളത്തിൽ അവർ സഞ്ചരിക്കുന്നത് ഹാജരായാലും ഇല്ല ഒരു ജിബ്രീലും മഅഹും, ജിബ്രീൽ അലൈഹിസ്സലാം അവരെ കൂടെ സഹായിക്കാനുണ്ടാവും. ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. യതഹന്നനുല്ലാഹു ഇലൈഹിം കതഹന്നുനി ത്വയ്രി അലാ ഫറാഖിഹി, ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാരണം കാട്ടുന്നില്ലേ, ഒരു പ്രത്യേക അതിനെ വളർത്തിരുന്നത് എന്നത് മാതിരി ഇവരോട് അല്ലാഹു തആലാക്ക് വല്ലാത്ത കാരുണ്യമാണ്. സുമ്മക്കാല, അപ്പം ഇതൊക്കെയാണ് അതിലുള്ളത്. അപ്പം ബാപ്പ പറഞ്ഞു കൊടുത്തല്ലേ ഇതിൻ്റെ ഇപ്പം തുറന്ന് കാണിക്കൊന്നും വേണ്ട, നബി വെളിപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം വായിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞിരുന്നത്. അതിന് ബാപ്പയിലേക്ക് മടങ്ങുന്നു. ബാപ്പ അന്ന് പറഞ്ഞ് ഫൈദാ സമയത്ത് ബിഹി ഫഖ്റുജ് ഇലൈഹി വആമിൻ വസദ്ദിഖുഹു, തങ്ങളെപ്പറ്റി കേട്ട് കഴിഞ്ഞാൽ എന്താക്കണം? ഈ നേരം മദീനയിലേക്ക് പോയിക്കൊള്ളുക, തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പം ഇതാ സംഗതി. فكان النبي صلى الله عليه وسلم يحب أن يسمع أصحابه حديثه, തങ്ങൾക്കൊരു തൃപ്തി എന്താണ്? ഈ കിസ്സ അസ്ഹാബിമാർക്ക് കേൾപ്പിക്കണം. അതേപോലെ പണ്ട് സൽമാൻ അൽ ഫാരിസി തങ്ങളെ കിസ്സ എല്ലാവർക്കും കേൾപ്പിക്കാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഫഅതാഹു യൗമൻ, ഒരു ദിവസം മൂപ്പർ വന്ന് ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാളെ നീ വന്നപ്പോൾ എന്നോട് പറഞ്ഞ ആ കഥ ഉണ്ടല്ലോ, അത് അസ്ഹാബിമാർ യോഗത്തിൽ പറയണമെന്ന്. യാ നുഅ്മാനു ഹദ്ദിസ്നാ, ഹദീസ് പറ. ഫബതദഅ നുഅ്മാനുൽ ഹദീസ് മിൻ അവ്വലിഹി, അന്നതാക്കി തലക്കുന്നേ അത് മാറ്റി പറഞ്ഞു. ഫറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതബസ്സം, ഇത് കേൾക്കുമ്പോൾ തങ്ങളിങ്ങനെ പുഞ്ചിരിക്കുന്നു. ഇത് ഫഖാല അഷ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പിന്നെ തങ്ങൾ ഒരു മുഅ്ജിസാത്ത് കണ്ടാൽ എന്താക്കും? തങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കും. ഷഹാദത്ത് തങ്ങൾ റസൂലാണെന്ന് തങ്ങൾ അറിയണമല്ലോ, അത് തിരിയുന്നില്ലമ്മ. ഈ നുഅ്മാനിൻ്റെ അവസ്ഥ എന്തായി? പിന്നീട് അസ്വദുൽ അനസി എന്ന് പറഞ്ഞിട്ട് ഒരു കള്ള പ്രവാചകൻ വന്നു. അയാൾ മൂപ്പറെ കൊല്ലുക ചെയ്തത്, അങ്ങനെ ഷഹീദാണ്. അതാ പറയുന്നത് ഖതലഹുൽ അസ്വദുൽ അനസി എന്ന് പറഞ്ഞു ലഅനത്തുല്ലാഹി അലൈഹി അല്ലദി ഇദ്ദഅ നുബുവ്വത, നുബുവ്വത്ത് വാദിച്ചങ്ങായിട്ട് ഖതഅഹു ഉളുവൻ, ഓരോ അംഗങ്ങളും മുറിച്ച് മാറ്റി ജീവനോട് കൂടിയിട്ട് അങ്ങനെയാണ് കൊന്നത്. വഹുവ യഖൂലു, മൂപ്പർ എന്താ പറയും? ഇന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വഅൻത കദ്ദാബുൻ മുഫ്തരിൻ അലല്ലാഹ്, എന്നാരോട്? അസ്വദുൽ അൻസിനോട് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച കള്ളനാണ് നീ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതാണ് മൂപ്പർ. എന്നിട്ട് സുമ്മ ഹറഖഹു ബിന്നാർ, പിന്നെ തീയിലിട്ട് കരിച്ചപ്പോൾ ഫലം യഹ്തരിഖ്, കരിയുന്നില്ല. കമാ വകാലിൽ ഖലീൽ സലവാത്തുല്ലാഹി വസലാമുഹു അലാ നബിയിന വഅലൈഹി അജ്മഈൻ. ഇത് ഖലീൽ നബി ഇബ്രാഹിം അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. ഇനി അവിടെ ഖീല പറയുന്ന അസ്വദുൽ അനസി കത്തിച്ചിട്ട് കരിയാത്തത് ദുഐബ് ഇബ്നു കുലൈബാണ് എന്നൊരു ഖിലാഫുണ്ട്. ആ കത്തിക്കപ്പെട്ട വ്യക്തി ആരല്ല? നുഅ്മാനല്ല. അതൊന്ന് വക്കീല അല്ലദി ഹറഖഹുൽ അസ്വദുൽ അനസി ബിന്നാരി വലം യഹ്തരിഖ്, അസ്വദുൽ അനസി കത്തിച്ചിട്ടും കരിയാത്തത് ദുഐബ് ഇബ്നു കുലൈബാണോ ഇബ്നു വഹബാണോ എന്നൊരു ഖിലാഫുണ്ട്. പക്ഷേ ഇതാണ് മുഅ്തമദാക്കിയത്. വലമ്മ ബലഗഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാലിക, ഈ വാർത്ത തങ്ങൾക്ക് കിട്ടി. അത് അഖ്ബർ അസ്ഹാബിമാർക്ക് വിവരം കൊടുത്തു. അസ്വദുൽ അനസി ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്തിട്ടുണ്ട്, കത്തിച്ചിട്ട് കേട്ടിട്ടില്ല എന്നുള്ള വിഷയമല്ല. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പോലത്തെ ആളെ ഈ ഉമ്മത്തിലുണ്ടല്ലോ.
ജന്മപത്തിരി അൽഹംദുലില്ലാഹില്ലദീ ജഅല മിൻ ഉമ്മത്തിനാ മിസ്ല ഇബ്രാഹീമൽ ഖലീലി സലവാത്തുല്ലാഹി അലാ നബിയിനാ വഅലൈഹി. കണ്ടോ, നമ്മളെ ഉമ്മത്തിൽ ഇബ്രാഹീമുൽ ഖലീൽ അലൈഹിസ്സലാമിനെ പോലോത്ത ആളുകളുണ്ടല്ലോ എന്ന്. വഫി തൗറാത്തി ഫീ സിഫത്തി ഉമ്മത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്തിനെ സംബന്ധിച്ച് വിശദീകരണത്തിൽ തൗറാത്തിലുണ്ട് ദവിയ്യുഹും ഫീ മസാജിദിഹിം കദവിയിൻ നഹ്ലി എന്ന്. പള്ളികളിൽ വെച്ചിട്ട് ഒരു സുബ്ഹാനല്ലാഹി ദിക്റൊക്കെ ചെല്ലുന്ന അവസരത്തിൽ അതിൻ്റെ മുഴക്കമുണ്ടല്ലോ. തേനീച്ചക്കൂട്ടിൻ്റെ അടുത്ത് പോയാൽ ഈച്ചൻ്റെ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, ഒന്നൊന്നിന് വ്യക്തമാവില്ല, പക്ഷെ ഒരു ശാന്തമായ ഒരു ശബ്ദം, അതവിയ്. അപ്പോൾ പള്ളിയിൽ വെച്ച് കൂക്കുമണിയല്ല, ആർക്കാ കൂറ്റധിക്കുമെന്നുള്ള മൂപ്പനാകുന്ന പരിപാടി ഉണ്ടല്ലോ. റാത്തിബിൽ സദസ്സിൽ പോയാൽ ആർക്കാ കൂറ്റധിക്കോ കൂക്കുന്നോ മൂപ്പനായി, അത് വെച്ചില്ല. അതായത് എല്ലാവരും കൂടി ഒരേ സൗത്തിൽ ശബ്ദിക്കുന്ന അവസരത്തിൽ ഒരാൾ വേറൊരാൾ മൊത്തത്തിൽ ഒരു മുഴക്കമുണ്ടാകും. അതേതുപോലെ ഉണ്ടാകും? കദവിയിൻ നഹ്ലി, തേനീച്ചക്കൂട്ടിനടുത്ത് പോയാൽ മജീദിനറിയില്ല, തേനീച്ചക്കൂട്ടിൽ ഇന്നാളാ ശബ്ദിക്കുന്നുണ്ടാക്കൂല, അയീച്ചനെ വേർതിരിച്ചെടുക്കാൻ കഴിയൂല. വഫീ റിവായത്തിൻ അത് അസ്വാത്തുഹും ബില്ലൈലി ഫീ ജവ്വിസ്സമായി കഅസ്വാത്തിൻ നഹ്ലി, രാത്രി സമയത്ത് ആകാശത്തിലേക്ക് ഇവരുടെ ശബ്ദം ഉയരും. അതേതുപോലെ ഉണ്ട് ഈ തേനീച്ചയുടെ ശബ്ദം പോലത്തെ ശബ്ദം ആകാശത്തിലേക്ക് ഉയരും ഇവരുടെ ദിക്റിൽ തസ്ബീഹിലും മറ്റും. വറുഹ്ബാനും ബിൽ ഖലീൽ ബില്ലൈലി, രാത്രി സമയത്ത് അവർ വലിയ ആരാധകന്മാരാണ്, ആരാധനയിൽ കഴിയുന്നവരാണ്. ലുജൂസും ബിന്നഹാർ, പകൽ സമയത്താണ് യുദ്ധക്കളത്തിൽ അവർ ഇറങ്ങിയ പുലികളാണ്, സിംഹം. വൈദാ ഹമ്മ അഹദുഹും ബി ഹസനത്തിൻ, ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഒരു ഹസനത്ത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ഫലം ഞഅമല, ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ കുതിബത്ത് ലഹു ഹസനത്തും വാഹിദ, ഒരു ഹസനത്ത് ആ നിയത്ത് ചെയ്ത വഴി കിട്ടും. അത് എത്രയോ കേട്ടതാണ്. ഫൈൻ അമിലഹ കുതിബത്ത് ലഹു ഹസനൻ, അമൽ ചെയ്താലോ 10 ഇരട്ടി എഴുതപ്പെടും. വൈദാ ഹമ്മ ബിസയ്യിഅത്തിൻ, എന്നാൽ പിന്നെ ഒരു കുറ്റകൃത്യത്തിനെ സംബന്ധിച്ചാണെങ്കിലോ ഇതേ നിലപാടിലൊക്കെയാണെങ്കിൽ കുറ്റകൃത്യം ഉദ്ദേശിച്ചാൽ എന്ത് വേണം? ഒരു സയ്യിഅത്തുണ്ട്, അത് എഴുതൂല, അത് തീരുമാനിച്ചെങ്കിലും അസമുണ്ടെങ്കിൽ. അതാ പറയുന്നത് വൈദാ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ കുതിബത്ത് ലഹു ഹസന, അമൽ ചെയ്യാത്തതിന് ഉദ്ദേശിച്ചതിനല്ല, അത് തെറ്റായി പോകുമല്ലോ എന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി എന്നാൽ ഒരു ഹസനത്ത്. എന്നിട്ടാണ്ട് അത് 2 കാര്യമുണ്ട്. വൈദാ ഹമ്മ ബിസയ്യിഅത്തിൻ എന്നൊരു കാര്യം അത് പോസിറ്റീവാണ്, ഫലം യഅമൽഹ രണ്ടാമത്തത് നെഗറ്റീവാണ്. ഏനാന്ന് ഈ കുത്തിബത്ത് ഹസന അമല് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും പറഞ്ഞല്ലേ, അതുപോലെ അമല് സയ്യിഅത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ 10 കിട്ടണ്ടേ? അതന്നെ ഫലം യഅമൽഹ, അതല്ല ഞാൻ പറയാൻ പോകുന്നത്. വൈദാ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരു സയ്യിഅത്ത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു പോയി, അപ്പോൾ അത് പോസിറ്റീവ് അല്ലേ? ഫലം യഅമൽഹ, ആ സയ്യിഅത്ത് ചെയ്തേ ഇല്ല, അപേക്ഷിച്ചു, കുതിബത്ത് ലഹു ഹസന. അപ്പോൾ ഈ ഹസനത്ത് എഴുതപ്പെടുന്നതിനാണ് ഹമ്മ് ഹസന സയ്യിഅത്ത് ഉദ്ദേശിച്ച വകയിലോ ചെയ്യാത്ത വകയിലോ? ഇല്ല, ഹസനത്ത് ഹസന. വൈൻ അമിലഹ കുതിബത്ത് അലൈഹി സയ്യിഅത്തും വാഹിദ, അമൽ ചെയ്താലും സയ്യിഅത്തും വാഹിദ, അപ്പോൾ 2 ഹസനത്ത്. യഅ്മുറൂന ബിൽ മഅറൂഫ്, മഅറൂഫായ കാര്യം അവർ കൽപ്പിക്കുന്നവരാണ്. വയൻഹൗന അനിൽ മുൻകർ, വിരോധിക്കുന്നവരാണ്. വയുഅ്മിനൂന ബിൽ കിതാബിൽ അവൽ, മുമ്പ് കഴിഞ്ഞ കിതാബ് കൊണ്ട്, അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, മുമ്പറക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതുകൊണ്ടും വിശ്വസിക്കും. അപ്പോൾ ഏത് കിതാബ്? ആ കിതാബല്ല, ജിൻസ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൗറാത്തും ഇൻജീലും സബൂറും എല്ലാത്തിൽ പെട്ട്, നല്ല ഒരു കിതാബ് മാത്രമല്ല. അതാണ് ഐ ബി ജിൻസിൽ കുത്തുബി സാബിഖത്തീൻ മാക്കി വൽ കിതാബിൽ ആഖർ, അവസാനം വന്ന കിതാബ് ബിമാ ഉൻസില ഇലൈക വഹുവൽ ഖുർആൻ. അൽ ബഖറ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു യുഅ്മിനൂന
ബിമാ ഉൻസില ഇലൈക, ഇതാണ് അവസാനം ഇറങ്ങിയ കിതാബ് ബഹുൽ ഖുർആൻ. വമാ ഉൻസില മിൻ ഖബ്ലിക, അതേതാണ് മുൻകഴിഞ്ഞ കിതാബ്. ആ മുൻകഴിഞ്ഞ കിതാബ് എന്ന് ഒരു കിതാബ് ഒന്നല്ല, അതാ ജിൻസ ഉദ്ദേശിക്കുന്നത്. വറവൽ ഇമാമു അഹ്മദു വഗൈറുഹു ബിഇസ്നാദിൻ സഹീഹിൻ, നല്ല സനദോട് കൂടിയാണ് ഉദ്ദേശിച്ചത്. ആര് ഉദ്ധരിക്കുന്നത്? അഹ്മദ് ഇമാം. ഇന്നല്ലാഹ തആല ഖാല ഈസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ ഈസ ഇന്നി ബാഇസും ബഅദക ഉമ്മതൻ, നിങ്ങളെ കാലത്തിന് ശേഷം അഥവാ നിങ്ങളെ ഉയർത്തപ്പെട്ടതിന് ശേഷം എന്ന്. ഒരാ ഡ്യൂട്ടിയുടെ തീർന്നല്ലോ. ഉമ്മത്തൻ, ഒരു ഉമ്മത്തിന് അവസാനം ഇൻ അസാബഹും മാ യുഹിബ്ബൂന ഹമിദു വശക്കറു, അവർക്ക് തൃപ്തികരമായ കാര്യം വല്ലതുണ്ടായാൽ അല്ലാഹു തആലക്ക് ഹംദും ശുക്റും ചെയ്യും. ഇതാണ് ഇത് സർറാകുന്ന അപ്പുറം പറഞ്ഞത്. വഇൻ അസാബഹും മാ യക്റഹൂന, അവർക്ക് അനിഷ്ടകരമായ കാര്യം സംഭവിച്ചാൽ സബറു, അവർ ക്ഷമിക്കും. വഹതസബു, അവർ അള്ളാഹുവിൻ്റെ കൂലി കരസ്ഥമാക്കി കഴിഞ്ഞു. വലാ ഹിൽമ വലാ ഇൽമ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫീ നഫ്സിൽ ഇൽമ് വന്നിട്ടില്ല, എന്നിട്ടും എണ്ണുന്നുണ്ട്. അപ്പോൾ ഇൽമും വന്നാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവിൻ്റെ രണ്ട് വസ്ഫല്ലേ, ഇൽമ് മറ്റൊന്ന് ഹിൽമ്. അതുകൊണ്ടുള്ള യാ അലീമു യാ അലീം, യാ അലീമു യാ ഹലീം അള്ളാഹു തആലാൻ്റെ ഇസ്മുൽ ബാറിൻ്റെ തുടക്കത്തിൽ കാണാം. അത് വലിയ ഇസ്മുൽ ആലമാണ്. അതുകൊണ്ടാണ് മൂപ്പറ് അതുകൊണ്ട് തുടങ്ങിയത്. യാ അലിയു യാ അലീമു യാ ഹലീമു യാ ഹലീം. അപ്പോൾ അപ്പോൾ ഹിൽമും ഒരു പഠിക്കേണ്ട അവസ്ഥ എത്തിയിട്ടില്ല. എന്നാലും ഉണ്ടെന്നുണ്ട് അവർക്ക് ഇങ്ങനത്തെ ഏത് ഹംദും ശുക്റും എന്നതുണ്ട്. അപ്പോൾ ഈസാ അലൈഹി സ്വലാമിന് ഒരു സംശയം, അതെങ്ങനെ അങ്ങനെ ഉണ്ടാകില്ല? അത് ഇവിടെ തവായ്യത്തിൻ്റെ ബർക്കത്താണ്. قال كيف يكون لهم هذا ولا حلم ولا علم, ഇൽമുമില്ല ഹിൽമുമില്ല. ഹിൽമ് എന്ന് പറഞ്ഞ സാധന ശക്തി എന്നല്ലേ പറയില്ല, അതില്ലാതെ കണ്ടിതെങ്ങനെ ഉണ്ടാക്കി? അത് കാല അല്ലാഹു തആല പറഞ്ഞു, ഉഅതീഹിം മിൻ ഹിൽമി വ ഇൽമി, എനിക്ക് ഇൽമുണ്ടല്ലോ അതിൻ്റെ ഒരു തജല്ലി ഓർക്കും കൊടുക്കലാണ്. വയക്കൂൻ അപ്പം മുറാദ് എന്തായെന്നറിയോ? നേരത്തെ അവർക്ക് കിട്ടിയതിന് പുറമെ നബി വല്ലോടുകൂടി എന്താക്കി അത് കൂടുതൽ വർദ്ധിക്കുന്നതായി. അപ്പം വയക്കൂനു മുറാദു വലാ ഹിൽമ വലാ ഇൽമ ലഹും കാമിൽ, സമ്പൂർണമായ രീതിയിൽ അവർക്ക് കിട്ടിയിട്ടില്ല. വഇന്നല്ലാഹ തആല യക്മുലു അമലഹും വഹിൽമഹും മിൻ ഇൽമിഹി വഹിൽമിഹി, അല്ലാഹു തആല കൊടുത്തിട്ട് എന്താക്കുന്നത് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നർത്ഥം. അതിനെന്താ തെളിവ്? വയദുല്ലി ദാലിക മാ ദക്കറഹു ബഅദഹും അന്ന ഹാദിഹിൽ ഉമ്മത ആഖിറുൽ ഉമം, ഈ ഉമ്മത്ത് അവസാനത്തെ ഉമ്മത്താണ്, അവസാനത്തെ നബിയുടെ അവസാനത്തെ ഉമ്മത്ത്. فكان الحلم والعلم الذي قسم بين الأمم كما شهد به حديث إن الله قسم بينكم أخلاقكم قل بدك جدا نصيب هذه الأمة منه. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നൊന്നാക്കും വീതിച്ചു കൊടുക്കുന്ന അതിൽ നിന്ന് നസീബ് കുറഞ്ഞ അവസാനത്തെ വഹി കിട്ടുമല്ലോ. വഅലൈക്കും അസ്സലാം. അപ്പോൾ ഫലം നുദ്രിക് ഇല്ലൽ യസീറ മിൻ ദാലിക്, അതിൽ നിന്ന് കുറച്ചേ നമുക്ക് കിട്ടുന്നുള്ളൂ. മാ കിസരി അഅ്മാരിഹിം, അപ്പം നമ്മുടെ ആയുഷ്കാലമാണെങ്കിലോ വളരെ കുറവ്. വയകാലത്ത് 1000 അതിനപ്പുറം കൂടെ ജീവിക്കും. ആയുഷ്കാലം കുറവുമാണ്, അവസാനം കിട്ടിയ ഓഹരി കുറയുകയും ചെയ്തില്ലേ. അപ്പോൾ ഈ ഉമ്മത്തിന് അങ്ങനെ വിട്ടാൻ പറ്റൂല. എന്ത് ചെയ്തു? ഫഅതാഹുമുല്ലാഹു മിൻ ഹിൽമിഹി വ ഇൽമിഹി, അല്ലാഹു തആല എന്താക്കി ഹിൽമും ഇൽമും കൂട്ടിത്തരികയാണ് ചെയ്തു. വജാഅ അന്നഹും യുസമ്മൂന ഫി തൗറാത്തി സഫ്വത്തുർ റഹ്മാൻ എന്നാണ്. തൗറാത്തിൽ ഈ ഉമ്മത്തിൻ്റെ സ്ഥാനപ്പേര് റഹ്മാനായ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അടിമകൾ എന്നാണ്, സഫ്വത്തുർ റഹ്മാൻ. വഫിൽ ഇൻജീലിൽ ഉലമാഉ അബ്റാറു അത്ഖിയ, ഹിൽമുമുണ്ട് ഇൽമുമുണ്ട്
ബിറുണ്ട്, തഖ്വയുണ്ട്. അതുകൊണ്ടാണ് എന്തായി ഉലമാ അബ്റാർ അത്ഖിയാ കഅന്നഹും ഫിൽ ഫിഖ്ഹി അംബിയാ. ഫിഖ്ഹ് കണ്ടാൽ അംബിയാക്കളാന്ന് തോന്നിപ്പോകുന്നതാണ്. അത്ര കണ്ട് ഫിഖ്ഹിൽ അറിവ് നേടിയിട്ടുണ്ട്. وروى الدارقطني أن عمر بن الخطاب رضي الله عنه قال لكعب الأحبار പറഞ്ഞ് കൈഫ തജിദുനീൻ, അതെ ഉമർ തങ്ങളെപ്പറ്റി നിങ്ങളുടെ അറിവിൽ എന്തും കൊണ്ടോന്ന ചോദ്യം. അതിലൂടെ കാബുൽ അഹ്ബാറിനോട് ചോദ്യം. കാബുൽ അഹ്ബാർ പഴയ കിതാബ് പഠിച്ച ആളാണ്. യാനീൻ ഷഫി തൗറാത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി തൗറാത്തിൽ വല്ലതും ഉണ്ടോന്ന് മൂപ്പരോട് ചോദിക്കുന്നു. ഖാല ഉണ്ട്, ഖലീഫത്തുൻ ഖുർനമിൻ ഹദീദ് അമീറുൻ ശദീദ് ലാ തഖാഫ് ബില്ലാഹി ലഹുമത ലായിം വഅലൈക്കും. ഇരുമ്പ് കൊണ്ട് വാർക്കപ്പെട്ട് എന്ന് പറയണം. എന്നുവെച്ചാൽ അത്രമാത്രം ധീരതയും അത്രമാത്രം ദൃഢതയും ഉള്ളതുകൊണ്ട് പണ്ടല്ല ഒരുക്ക് മനുഷ്യൻ എന്ന് ചില ആളെ പറ്റി പറയും എന്നതുപോലെ ഉരുക്ക് കൊണ്ട് വാർത്തെടുക്കപ്പെട്ട ആളാന്ന് പറയണം. അമീറുൽ ഷദി, അതിന് വായനയാണ് ഇത് അമീറുൽ ഷദി. അത് നേർക്ക് നേരെ വാക്കല്ല ഉദ്ദേശിക്കല്. ഒരു പ്രൈസ് പറഞ്ഞിട്ട് അതിൻ്റെ ഇന്നാണ് പറഞ്ഞില്ലേ മജാസായിട്ട് പറയുന്നത്. ലാ തഖാഫു ഫില്ലാഹി ലൗമത ലായിം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനോ പറയാനോ ആക്ഷേപകന്മാരെ വില വെക്കൂല. പറയുന്ന ആൾ പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് തൃപ്തിയാണ് ഇത് ചെയ്യുന്നത്. സുമ്മൽ ഖലീഫത്തു മിൻബാദിക, നിങ്ങൾക്ക് ശേഷമുള്ള മറ്റൊരു ഖലീഫയുണ്ട്. തഖ്തുലുഹു ഉമ്മത്തുൻ ളാലിമൂന ലഹു, അവരെ ആക്രമിക്കുന്ന ളാലിമീങ്ങളായൊരു സംഘം ആളുകൾ അവരെ കൊല്ലും. അതായിരിക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട് പൊളിച്ചിട്ടല്ലേ കൊന്നിന്, അസാബിമാരല്ല കൊന്നിന്. അത് വിചാരിച്ചക്കണ്ട, അങ്ങനെ പറഞ്ഞപ്പോൾ എത്ര നാളുണ്ട്. ചരിത്രം പഠിക്കാണ്ട് പിന്നെ നേതാക്കന്മാരെ കുറവ് പറയുന്നൊരു കൂട്ടരുടെ ജീവിതത്തിൻ്റെ നേർച്ചയാണ്. അത് പറയാണ്ടിരിക്കൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണത്തിൻ്റെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് ഒരുതരം മുനാഫിഖീങ്ങളും എൻ്റെ തലവരത്തിൻ്റെ പറ്റിയെന്ന് എനിക്ക് തന്തയില്ലാത്തവന് ജാലസന്താനത്തിൽപ്പെട്ട ആളെ നേതൃത്വം കൊടുത്തു. അസ്ഹാബിമാരല്ല, അസ്ഹാബിനെ കൊടുക്കൽ പിന്നെ റഹമാ ബൈനഹും സുമ്മ യഖഉൽ ബലാഉ ബഅദു, പിന്നീട് കുറേ ബലാകൾ വരാനുണ്ട് എന്ന് പറഞ്ഞു. അതല്ലേ അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് വന്ന് പിന്നെ കർബല വന്ന് പലതും വന്നില്ലേ. എന്നെ തിരൂല പറയുന്നുണ്ട്. നല്ല ശേഷാലി വിശ്വസിച്ചു താമ്യങ്ങളിൽപ്പെട്ടാണേ ഉള്ളൂ. തങ്ങളുടെ കാലത്തോറുണ്ട്, പക്ഷെ വിശ്വസിക്കാൻ കുറേ തെറ്റന്നെ വിനോദിയ ഇതിൽ മന്നജിട്ട്